അമിതവണ്ണവും പ്രമേഹവും കാരണം ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വന്നോ? എന്നാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇത് നിങ്ങളുടെ ഫേവറേറ്റായി മാറും. കൂടാതെ ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കാനും ഒരു അടിപൊളി ഹെൽത്തി ഫുഡ് കോമ്പിനേഷനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പ്രകൃതിദത്തമായ മധുരവും ഫൈബറും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റിലും ആരോഗ്യം സംരക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ബദാം മിൽക്കാണ്. അതുണ്ടാക്കാനായിട്ട് നമ്മൾ ബദാം തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു 12 എണ്ണം വരെ ഉണ്ട്. ഇനി അടുത്തത് നമ്മളൊരു റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നത്. റോബസ്റ്റ് പഴം തന്നെ എടുക്കാൻ ശ്രമിക്കണേ. റോബസ്റ്റിൽ പൊട്ടാസ്യവും ഫൈബറും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനം പതുക്കെ ആക്കുന്നു. രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കൂടാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് തന്നെ എടുക്കണേ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് റോൾഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് തന്നെ എടുക്കണേ. ഇങ്ങനെയാണ് ഇരിക്കുക. അത് കാണുമ്പോൾ തന്നെ ഇനി നമ്മൾ റോബസ്റ്റ് പഴം നന്നായി ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉടച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ച ഓട്സില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത ബദാം മിൽക്കാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കലോറി കുറവായതും ഹെൽത്തി ഫാറ്റ് നിറഞ്ഞതുമായതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഈ ബദാം മിൽക്ക്. ഇനി ഇതെല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മിൽക്ക് ഇതിൽ സോക്കായി കിട്ടാനായിട്ട് മുങ്ങിക്കിടക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 2 ഡേറ്റ്സാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറഞ്ഞ ഡ്രൈ ടൈപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പംകിൻ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിളായ എന്ത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. അടുത്തതായിട്ട് ഇതിൽ ഗ്രേപ്സ് ഉണക്കിയത് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബ്ലഡ് വയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്, ഡേറ്റ്സും ഈ ഗ്രേപ്സൊക്കെ. ഇതിപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എനിക്ക് മാങ്ങ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിളായ എന്ത് ഫ്രൂട്ട്സും ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു 1/2 പോർഷൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ മാങ്ങയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സും കൂടിയും ചേർക്കാം. മാതളം, നാരങ്ങ ഒക്കെ ചേർക്കാം. ഞാനിവിടെ ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിളും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് രാത്രി ഉണ്ടാക്കി വെച്ച് രാവിലെ കഴിക്കാം, ബെസ്റ്റ് ചോയ്സ് ആണ്. ഇല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം കഴിക്കാനും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കേട്ടോ. ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ഉണ്ടാക്കാം. അതിന് റോബസ്റ്റ് പഴം തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ഉടച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഓട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊഴുപ്പ് കുറഞ്ഞ പാലാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് 1 ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5-6 ഗ്രേപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വാഷ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് നന്നായി മരുന്നടിച്ച് വരുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കുന്നതൊക്കെ ബ്ലഡ് കയറാനായിട്ട് നല്ലതാണ്. പിന്നെ ഇനി ഹെൽത്തി ഫാറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പംകിൻ സീഡ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൺഫ്ലവർ സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആപ്പിളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഫൈബറും നല്ല അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ പെട്ടെന്ന് വയറ് നിറയാനായിട്ട് ആപ്പിൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ണം കുറയാനായിട്ട് ആപ്പിൾ നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടി മറന്നു. നമുക്ക് നമ്മുടെ ചിയ സീഡ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് ഞാൻ പല വീഡിയോയിലായി പറയുന്നു, ഇത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്യാത്ത അളവിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ കഴിക്കാവുന്നതാണ്. ഇത് 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കാവുന്ന അളവാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് എന്നിട്ട് രാവിലെ എടുക്കാം. അപ്പോൾ രാവിലെ നമ്മുടെ ഐറ്റംസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ടെക്സ്ചർ കിട്ടുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അതുപോലെ നിങ്ങളുടെ ഡയറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കണേ. അതുപോലെ നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്യാനും മറക്കില്ലല്ലോ. ഹൈപ്പും കൂടി ചെയ്യണേ. അപ്പോൾ ശരി എന്നാൽ.